നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഭാമയോ, നമ്മളെ സഹായിക്കാൻ പറ്റാത്തതില് നല്ല വിഷമമുണ്ട്. അത് പിന്നെ കാണാതിരിക്കോ? അത്രമാത്രം ആത്മാർത്ഥമായിട്ടല്ലേ മുന്നോട്ട് വന്നത്. നാളെ നമ്മൾ പോകുന്നതില് അവൾക്ക് ഒരുപാട് സന്തോഷമുണ്ട്. എന്തായാലും ബിസിനസ് ടൂറിന്റെ കൂടെ 2-3 ദിവസം കഴിഞ്ഞിട്ടേ നമ്മൾ മടങ്ങി വരൂ. അതെന്താ പ്ലാൻ മാറ്റിയത്? നാളെ അമ്മയും മാനസയും കൂടി സൂര്യപ്രഭയിലേക്ക് പോകണല്ലോ. എന്തായാലും കുറച്ച് ദിവസം കഴിഞ്ഞാലേ അവരും മടങ്ങി വരൂ. അത് കണക്കാക്കി നമുക്കും വരാം. അങ്കിൾ ഇവിടെ ഒറ്റയ്ക്കായി പോവില്ലേ സൂര്യ? അച്ഛൻ ഇവിടെ ഓഫീസിലും പിന്നെ സൂര്യപ്രഭയിലൊക്കെ ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്തോളും. അങ്ങനെയാണെങ്കിൽ ഓക്കെ. നാളെ കൊണ്ടുപോകാനുള്ളതൊക്കെ എടുത്തു വെച്ചോ? ഇനി സൂര്യയുടെ ഡ്രസ്സും കൂടി എടുത്തു വെക്കാനുള്ളൂ. അത് ഞാനിപ്പോൾ എടുത്തുതരാം. വാ. താൻ ഇറങ്ങുന്നില്ലേ? സ്ഥലം എത്തി. ഹലോ, താനെന്താ ഇങ്ങനെ? ഞാൻ എന്തൊക്കെ പറഞ്ഞിട്ടും താൻ ശരിക്കൊരു മറുപടി പോലും പറയുന്നില്ലല്ലോ. സൂര്യ, നമുക്ക് തിരിച്ചു പോയാലോ? എനിക്ക് പറ്റുന്നില്ലാതാ.
അങ്ങനൊന്നും പറഞ്ഞാൽ പറ്റില്ല. താൻ ഇറങ്ങിക്ക, ഇറങ്ങ. ഭാവന, എനിക്കറിയാം ഭാമയിലെ പ്രതീക്ഷ കൂടി പോയപ്പോൾ താൻ ആകെ ഡെസ്പാണെന്ന്. അത് മനസ്സിലാക്കിയിട്ട് തന്നെ ഞാൻ ഇങ്ങനൊരു ട്രിപ്പിനെ നിർബന്ധിച്ചത്. ഇപ്പൊ ഞാൻ ഒട്ടും പ്രിപ്പയർഡ് അല്ല സൂര്യ. വീട്ടിൽ അമ്മയൊക്കെ എന്നോട് സംസാരിച്ചെന്നേ ഉള്ളൂ. എന്നെക്കാളും വിഷമം അവർക്ക് എല്ലാവർക്കും ഉണ്ട്. ഈ അവസ്ഥയില് എനിക്ക് ഒട്ടും പറ്റില്ല സൂര്യ. അപ്പോ എന്നെക്കുറിച്ച് താൻ എന്താ ആലോചിക്കാതെ? ഞാനും സ്വന്തം സ്വപ്നങ്ങളെല്ലാം ചിറകറ്റ് പോയ ഒരാൾ തന്നെയാണ്. പക്ഷേ ഇപ്പൊ എന്റെ സ്വപ്നങ്ങൾ താനാ. അതുകൊണ്ട് തന്നോട് പോലും ആലോചിക്കാതെ ഞാനിങ്ങനൊരു യാത്ര വന്നത്. നോക്ക്, ഇവിടെ നല്ല ക്ലൈമറ്റ്, മനസ്സും ശരീരവും നോർമലാവാൻ പറ്റിയ സ്ഥലം. ഭാവന, ഒന്ന് സന്തോഷത്തോടെ സംസാരിക്കെങ്കിലും ചെയ്യ. സൂര്യ, എനിക്ക് പറ്റുന്നില്ല സൂര്യ. ഞാൻ എത്രമാത്രം ഭാഗ്യം കെട്ട പെണ്ണ. ഒരമ്മയാവാൻ കഴിയാത്ത എനിക്കിനി എന്ത് ജീവിതം ഉള്ളത്? ഏയ്, എന്താ ഇത്? അങ്ങനെയൊന്നും ചിന്തിക്കരുത്. സന്തോഷവും ദുഃഖവും എല്ലാവർക്കും ഉള്ളതാ. അതൊക്കെ നമ്മൾ തരണം ചെയ്തല്ലേ പറ്റൂ. ദൈവം നമുക്ക് മാത്രം എന്താ സൂര്യ ഇങ്ങനെ ഒരു തലവിധി വെച്ചത്? അതിന് മാത്രം നമ്മൾ എന്ത് തെറ്റാ ചെയ്ത്? ഓർമ്മ വെച്ച കാലം മുതൽ തുടങ്ങിയതാ എനിക്ക് കണ്ണുനീര്. ശരിക്കും ഒന്ന് പൊട്ടിക്കരയാൻ പോലും എനിക്ക് പറ്റുന്നില്ല. എനിക്കറിയാം ഭാവന, നിന്റെ മനസ്സ് ഞാനല്ലാതെ മറ്റാരാ മനസ്സിലാക്കേണ്ടത്? താൻ കരയ, മതിയാവോളം കരയ. അങ്ങനെയെങ്കിലും മനസ്സിലെ ഭാരം ഒന്ന് കുറയുന്നെങ്കിൽ കുറയട്ടെ.